ഹായ്, ഞാൻ സുബിൻ വി ആർ. NRIസുമായി ബന്ധപ്പെട്ടിട്ടുള്ള TDS ട്രാൻസാക്ഷനിൽ എങ്ങനെ TDS നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു ലോവർ ഡിഡക്ഷൻ, ഉദാഹരണത്തിന് 20% അല്ലെങ്കിൽ 30% TDS റേറ്റ് വരുന്നത്. പക്ഷേ നമുക്കവിടെ ഒരു 3% അല്ലെങ്കിൽ 4%-നൊക്കെ TDS എങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫോം നമ്പർ 13 ഫയൽ ചെയ്യുന്നതിനെ പറ്റിയിട്ട്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊരു NRI ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ പേയ്മെൻറ്റ് നടത്തുമ്പോഴും TDS ഡിഡക്ട് ചെയ്യണം എന്നാണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 195 പേയ്മെന്റ് ടു നോൺ റെസിഡൻസ് എന്നുള്ള ഭാഗത്താണ് ഈ TDSനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ പലപ്പോഴും വലിയൊരു TDS റേറ്റ് ആണ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പലിശ വരുമാനമാണെന്നുണ്ടെങ്കിൽ 30% TDSന്റെ റേറ്റ് വരുന്നത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 20% റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും വലിയൊരു TDS ബർഡൻ NRI എന്നുള്ള നിലയിൽ ചുമക്കേണ്ടതായിട്ട് വരികയാണ്. ഉദാഹരണത്തിന് പല NRIസും കേരള ഗവൺമെന്റിന്റെ തന്നെ പ്രവാസി ഡിവിഡൻഡ് സ്കീമിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ 2 ലക്ഷം രൂപ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ 30% TDS, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് 60,000 രൂപയാണ് TDS ആയിട്ട് പിടിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഈ 2 ലക്ഷം രൂപ മാത്രമായിരിക്കും അവരുടെ ഇന്ത്യയിലുള്ള ഏക വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇൻകം ടാക്സ് വരുന്നില്ല, ആക്ച്വലി TDS പിടിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. പക്ഷേ സെക്ഷൻ 195 ഉള്ളത് കൊണ്ട് തന്നെ ഈ TDS റേറ്റ് മാൻഡേറ്ററി ആയിട്ട് അവിടെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഫോം നമ്പർ 13 ഫയൽ ചെയ്തുകൊണ്ട്, അതായത് ലോവർ ഡിഡക്ഷൻ അല്ലെങ്കിൽ നിൽ ഡിഡക്ഷൻ TDSന് ഒരു അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് അത് അപ്രൂവ് ആയി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ TDS ഒന്നും പിടിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് നിങ്ങൾക്ക് കൈപ്പറ്റാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യമുള്ളത്, പലപ്പോഴും NRIസ് പ്രോപ്പർട്ടി ഇന്ത്യയിൽ വിൽക്കുമ്പോൾ അവിടെ ബയ്യർ ഒരു TDS പിടിക്കേണ്ടതായിട്ടുണ്ട്. 20% ആണ് TDS പിടിക്കേണ്ടതായിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് ഒരു എമൗണ്ടിന്റെ ലിമിറ്റ് പറയുന്നില്ല. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ സാധാരണ ട്രാൻസാക്ഷൻസിന് 1% TDS വരുന്നത് 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമ്പോഴാണ്. പക്ഷെ NRI ആയിട്ടുള്ള ഒരു ഡീലാണെന്നുണ്ടെങ്കിൽ, അതായത് സെല്ലറാണ് NRI എന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ആ ഒരു എമൗണ്ടിന്റെ ലിമിറ്റ് ഇല്ലാതെ തന്നെ TDS പിടിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് 1 കോടി രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ 20% TDS പ്ലസ് സെസ്സും സർചാർജും ഒക്കെ അടക്കം 22% ചുരുങ്ങിയത് അവിടെ TDS അപ്ലിക്കബിലിറ്റി വരും. 1 കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ഒരു NRI വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 22 ലക്ഷം രൂപ TDS പിടിച്ചിട്ട് 78 ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിന് ചിലപ്പോൾ അവിടെ ഒരു ടാക്സബിലിറ്റി, അതായത് ഒരു ക്യാപിറ്റൽ ഗെയിൻ അവിടെ ചിലപ്പോൾ ഉണ്ടായിരിക്കുകയില്ല. ഉദാഹരണത്തിന് നിങ്ങളൊരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വീടോ വർഷങ്ങൾക്ക് മുൻപേ 80 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് കരുതും. അപ്പോൾ ഇൻകം ടാക്സിൽ നമുക്ക് പ്രോഫിറ്റ് കൺസിഡർ ചെയ്യാനായിട്ട്, ക്യാപിറ്റൽ ഗെയിൻ കൺസിഡർ ചെയ്യാനായിട്ട് ഒരു ഇൻഡെക്സ്ഡ് കോസ്റ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ 80 ലക്ഷം രൂപയെ നമ്മൾ ഒരു ഇൻഡെക്സ്ഡ് കോസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ 1 കോടി 10 ലക്ഷം രൂപയായിരിക്കും അതിൻ്റെ ഒരു ഇൻഡെക്സ്ഡ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്നത് 1 കോടി രൂപയാണ്. ആക്ച്വലി അവിടെ 10 ലക്ഷം രൂപ ക്യാപിറ്റൽ ലോസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾ പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ TDS വരുന്നില്ല. ഇവിടെയാണ് ഫോം നമ്പർ 13ന്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടാക്സബിലിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ വരുന്നില്ല, അല്ലെങ്കിൽ ചെറിയൊരു ടാക്സ് ലയബിലിറ്റി മാത്രമാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോം നമ്പർ 13 എന്നുള്ളൊരു ഫെസിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഒരു ലോവർ ഡിഡക്ഷൻ അല്ലെങ്കിൽ ഒരു നിൽ ഡിഡക്ഷൻ ഓഫ് TDSന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇൻകം ടാക്സിന്റെ തന്നെ ട്രേസസ് ലോഗിനിലൂടെയാണ് ഒരു സെപ്പറേറ്റ് ലോഗിൻ, ട്രേസസിൽ ഒരു സെപ്പറേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണം ഫോം നമ്പർ 13 ഫയൽ ചെയ്യാനായിട്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്. തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലിന്റെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ തന്നെ ഹെൽപ്പ് നിങ്ങൾ അതിന് തേടേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഫോം നമ്പർ 13 ഫയൽ ചെയ്യുമ്പോൾ ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഫോം നമ്പർ 13 ഫയൽ ചെയ്യുന്നത്. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ടോട്ടൽ ഇൻകം, അല്ലെങ്കിൽ ഇപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പർച്ചേസ് ചെയ്ത ഡേറ്റ് ഇന്ന ഡേറ്റ് ആണ്, അതിന്റെ പർച്ചേസ് എഗ്രിമെന്റ്, നിങ്ങളൊരു ബയ്യറെ കണ്ടെത്തി എഗ്രിമെന്റ് ടു സെയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഗ്രിമെന്റ് ടു സെയിൽ, നിങ്ങൾ അതിലൊരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലോട്ട് വാങ്ങിച്ച് ഒരു കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എവിഡൻസുകൾ, മറ്റു ഇംപ്രൂവ്മെന്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസുകൾ, ഇതെല്ലാം കാണിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഫോം നമ്പർ 13 ഫയൽ ചെയ്യാനായിട്ട്. അപ്പോൾ കൺസേൺഡ് ഇൻകം ടാക്സ് ഓഫീസർ ഇത് പരിശോധിച്ചതിന് ശേഷം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും ഫർദർ ക്വറീസ് റേസ് ചെയ്യും. അപ്പോൾ അതിനെല്ലാം സാറ്റിസ്ഫാക്ടറി ലെവലിൽ നമ്മൾ ഡീറ്റെയിൽസുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോവർ ഡിഡക്ഷൻ അല്ലെങ്കിൽ നിൽ ഡിഡക്ഷനിൽ, അതായത് TDS പിടിക്കാതെ തന്നെ ഈ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ഒരുപക്ഷെ അദ്ദേഹം പെർമിറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു ലോവർ ഡിഡക്ഷൻ അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി വരാത്ത എല്ലാ സെനാരിയോസിലും ഇത് അപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്ക് ഫോം നമ്പർ 13 യൂസ് ചെയ്യാം. ഇത് NRIസിന് മാത്രമല്ല റെസിഡന്റ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടി ഉപയോഗിക്കാവുന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഫേസ്ലെസ് ആയിട്ട്, അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോം നമ്പർ 13 കംപ്ലീറ്റ്ലി അതിന്റെ പ്രൊസീജിയേഴ്സ് ഫേസ്ലെസ് ആണ്. അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ചെയ്യേണ്ടത്. ഇൻക്ലൂഡിംഗ് അതിന്റെ അപ്രൂവൽ അടക്കം ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ലോവർ ഡിഡക്ഷൻ ഓഫ് TDS അല്ലെങ്കിൽ നിൽ റേറ്റിൽ ഫോം നമ്പർ 13 അപ്രൂവ് ചെയ്ത് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു റിലാക്സേഷൻ
ട്രാൻസാക്ഷൻ ആണ് കൊണ്ടുവരുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി ഒന്നും ഇല്ലാത്ത, നമ്മൾ മുൻപ് പറഞ്ഞ എക്സാമ്പിളിലെ 1 കോടി രൂപയ്ക്ക് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യുകയാണ്. ആക്ച്വലി അതിൻ്റെ ഒരു ഇൻഡെക്സ്ഡ് കോസ്റ്റ് വരുന്നത് 1,10,00,000 രൂപയാണ്. അപ്പോൾ 10 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ലോസ് ആണ് വരുന്നത്. ആ ഒരു സെനാരിയോയിൽ ആക്ച്വലി നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി തന്നെ വരുന്നില്ല. അപ്പോൾ അവിടെ ഫോം നമ്പർ 13 ഒരു നിൽ റേറ്റിൽ അപ്രൂവ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിയർലി 22 lakhsന്റെ ഒരു ഇൻട്രസ്റ്റ് കോമ്പണന്റ് ആണ് നിങ്ങൾക്ക് സേവ് ചെയ്യുന്നത്. ഏപ്രിൽ മെയ് ജൂൺ ആ ഒരു മാസത്തിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ TDSും ആ മാസത്തിൽ തന്നെ അപ്ലിക്കബിൾ ആയിരിക്കും. പക്ഷേ 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് അതിന്റെ റീഫണ്ട് ലഭിക്കുമ്പോഴേക്കും ഒരു 1.5 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപയോളമാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ടാക്സ് ലയബിലിറ്റി വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ലോവർ ടാക്സ് ലയബിലിറ്റി മാത്രമാണ് വരുന്നതെങ്കിൽ 30% അല്ലെങ്കിൽ 20% എന്നുള്ളൊരു ഹയർ റേറ്റിന് പകരം തീർച്ചയായിട്ടും നിങ്ങൾ ഫോം നമ്പർ 13 സബ്മിറ്റ് ചെയ്യുക. NRIs ആയിട്ടുള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രവാസി ഡിവിഡൻഡ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഫോം നമ്പർ 13 ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.